ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് ഞാനിലേക്ക് സ്വാഗതം. രാജാക്കളി എന്ന് പറഞ്ഞ പടം ഡിസംബർ 27 റിലീസിന് എത്തുന്നുള്ള അറിയിച്ചു. പിന്നെ തണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള പടം ഫെബ്രുവരി 7 റിലീസാകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ 50 days to go എന്നുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റർ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇ ഡി എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള സുരാജ് വെഞ്ഞാറമൂടിൻ്റെ പടം പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ തിയേറ്റർ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം കേരളത്തിലത്തെ. പിന്നെ KGF ചാപ്റ്റർ 1 എന്ന് പറഞ്ഞിട്ടുള്ള പടം 6 വർഷമായിട്ടുണ്ട് ഇറങ്ങിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ വന്നു. പിന്നെ രാജാസാബ് എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് നിധി അഗർവാളിൻ്റെ ഒരു ഫോട്ടോ ലീക്ക് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആ പടത്തിലത്തെ അല്ല, ഒരു ആഡിൻ്റെ ഷൂട്ടിലത്തെ എന്നുള്ളത് അവർ തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ സംക്രാന്തി വസ്തുത എന്ന് പറഞ്ഞ പടത്തിലത്തെ മീനു എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങിയിരിക്കുകയാണ്. പിന്നെ പടത്തിന്റെ ബുക്ക് മൈ ഷോയിലുള്ള ഇൻട്രസ്റ്റ് 150K+ ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പോസ്റ്റർ ആക്കിയിട്ടുണ്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ സ്മൈൽ മാൻ എന്ന് പറഞ്ഞ പടത്തിന്റെ റിലീസ് ഡിസംബർ 27 അപ്പോൾ പടത്തിന്റെ സെൻസറിങ് കഴിഞ്ഞിട്ട് യുബാരി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ജിത്തു മാധവൻ കഥ എഴുതിയിട്ട് ചിദംബരം ഡയറക്ഷൻ ചെയ്യുന്ന ഒരു പടം വരുന്നുണ്ട് എന്നുള്ള പറഞ്ഞു നിൽക്കുന്നുണ്ട്. പിന്നെ തീരുമാനിക്കാൻ എന്ന് പറഞ്ഞ പടത്തിന്റെ ഹിന്ദിയിലുള്ള നോർത്ത് ഇന്ത്യയിലുള്ള ഡിജിറ്റൽ ആൻഡ് സാറ്റലൈറ്റ് റൈറ്റ്സ് എടുത്തിരിക്കുന്നത് റവാൻസ ഗ്ലോബൽ വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ബിബിജോ എന്ന് പറഞ്ഞ പടത്തിൽ ഹസാർ ബാർ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ അജയ് ദേവഗൻ നായകനായി എത്തുന്ന ദേ പ്യാർ ദേ 2 എന്ന് പറഞ്ഞിട്ടുള്ള പടം. ആ പടം നവംബർ 14 2025 റിലീസ് ആവുക എന്നുള്ള അറിയിച്ചു. പിന്നെ മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വിക്ഷ സുദീപിന്റെ പടം ഡിസംബർ 25 റിലീസ് ആവുന്നത്. അപ്പോൾ അതിന്റെ 6 days to go പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു വെറൈറ്റി പോസ്റ്റർ ആയിട്ടാണ് തോന്നി. പിന്നെ UAE മൂവി എന്ന് പറഞ്ഞ പടത്തിന്റെ റൺ ടൈം ആയി പറഞ്ഞിട്ടായിരുന്നത് 2 മണിക്കൂർ 12 മിനിറ്റാണ്. പിന്നെ പടത്തിന്റെ ഒരു ഇന്റർവ്യൂ പുറത്തിറങ്ങിയിരുന്നു ഡാനായിട്ടുള്ള രീതിയിൽ. പിന്നെ മൗഗ്ലി 2025 എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ഈ പോസ്റ്റർ കണ്ടേക്ക് ഹനുമാൻ എന്ന് പറഞ്ഞ പടത്തിന്റെ പോസ്റ്ററാണ് ഓർമ്മ വന്നത്. പിന്നെ ഇതിന്റെ ഓപ്പണിംഗ് സെറിമണി ഉണ്ടാവും എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ പൂജ ഉണ്ടാവുന്നുള്ള. അപ്പോൾ അതിന്റെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഡാക്കു മഹാരാജ് എന്ന് പറഞ്ഞ പടത്തിൽ സെക്കൻഡ് സിംഗിൾ വരാൻ പോവാണ്. ചിന്നി എന്നാണ് പാട്ടിന്റെ പേര് കൊടുത്തിട്ടുള്ളത്. ഡിസംബർ 23 പാട്ട് റിലീസ് ആവുക. പിന്നെ MCA മിഡിൽ ക്ലാസ് സബ്ബായി എന്ന് പറഞ്ഞിട്ടുള്ള നാനയുടെ പടം ഇറങ്ങിയിട്ട് 7 വർഷമായിട്ടുണ്ട്. പിന്നെ വണങ്ക എന്ന് പറഞ്ഞ പടത്തിന്റെ ഓഡിയോ ലോഞ്ച് കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതിലത്തെ 100 എന്ന് പറഞ്ഞിട്ടുള്ള സിംഗിളിന്റെ ലിറിക്കൽ വീഡിയോ ഒന്ന് വരും എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ വിടുതലെ പാർട്ട് 2 എന്ന് പറഞ്ഞ പടത്തിന്റെ റൺ ടൈമിൽ നിന്ന് ഒരു 8 മിനിറ്റ് കൂടി കുറച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ 2 മണിക്കൂർ 45 മിനിറ്റ് 52 സെക്കൻഡ് ആക്കിയിട്ടുണ്ട് പടത്തിന്റെ റൺ ടൈം. എന്തായാലും ആ പടത്തിന് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മിസ്റ്റർ ഭാരത് എന്ന് പറഞ്ഞിട്ട് പടം അനൗൺസ് ചെയ്ത് തരും. ലോകസേനരാജിന്റെ G Squad എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനിയിൽ വരുന്ന പടമാണ്. ആ പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് ലുക്ക്. പിന്നെ അളങ്കു എന്ന് പറഞ്ഞ പടം റിലീസിന് എത്തുന്നുണ്ട് ഡിസംബർ 27. അപ്പോൾ അതിന്റെ 7 days to go പോസ്റ്റർ വന്നിരുന്നു. 6 days to go പോസ്റ്ററും വന്നിട്ടുണ്ട്. പിന്നെ ഡിറ്റക്റ്റീവ് ഉജ്ജലൻ എന്ന് പറഞ്ഞിട്ടുള്ള പടം വീക്കെൻഡ് സിനിമാറ്റിക് യൂണിവേഴ്സിൽ വിടുന്ന പടമാണ്. മിന്നൽ മുരളിക്ക് ശേഷം വരുന്ന പടം. അപ്പോൾ ആ പടത്തിന്റെ ഒരു ആക്ഷൻ സീക്വൻസ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. 34ാമത്തെ ദിവസമാണിത്. അപ്പോൾ അതിൽ റോബോട്ട് ക്യാമറ വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന്റെ സ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. പിന്നെ റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് പടം പുറത്തിറങ്ങും. ആഷിക കൊടുത്തിട്ടുള്ളത് പടത്തിന് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കീർത്തി സുരേഷിന്റെ വെഡിങ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ ഐശ്വര്യലക്ഷ്മിനെ ആയിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീരീസ് വരുന്നുണ്ട് നെറ്റ്ഫ്ലിക്സിലൂടെ. അത് 2025 അറിയിച്ചുകൊണ്ട് 2 പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ശംബാല എന്ന് പറഞ്ഞിട്ടുള്ളൊരു പടം വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പൂജ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫോട്ടോസൊക്കെ കിട്ടി ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ബൺ ബട്ടർ ജാം എന്ന് പറഞ്ഞ പടത്തിന്റെ ടീസർ തമിഴ്നാട്ടിൽ 200ലും കൂടുതൽ തിയേറ്റേഴ്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നിലാവുക്ക് എന്മേൽ എന്നാടി കോപ്പം എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷ് ഡയറക്റ്റ് ചെയ്യുന്ന 3ാമത്തെ പടം. അവിടുത്തെ 3ാമത്തെ പാട്ട് വരും എന്ന് പറഞ്ഞാൽ എഡി എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട്. ആ പാട്ടായിരുന്നു ജയപ്രകാശിന്റെ ഫേവറേറ്റ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ പടത്തിൽ ഇപ്പോൾ ഇറങ്ങിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാതൽ ഫെയിൽ തന്നെയാണ് സെക്കൻഡ് സിംഗിൾ. ഇതൊരു കുഴപ്പമില്ലാത്ത പാട്ടായിട്ടാണ് തോന്നിയത്. പിന്നെ മദ്രാസ്കാരൻ എന്ന് പറഞ്ഞ അടുത്തത് ഷൈനികത്തിന്റെ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ട്. ബർത്ത്ഡേ വിഷ് കൊണ്ടുള്ള ഒരു പോസ്റ്ററാണ്. പിന്നെ കുമ്പളങ്കി നേച്ചിന്റെ ഡയറക്ടർ മധു C നാരായണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടർ നെസ്ലിനെ വെച്ചിട്ട് പടമെടുക്കുന്നുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോയിൽ. അപ്പോൾ കൺഫേം ആയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഫെബ്രുവരി 2025 പടത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നുള്ള കേൾക്കുന്നുണ്ട്. എന്തായാലും ഗംഭീരമായി വരട്ടെ. പിന്നെ മുറ എന്ന് പറഞ്ഞ പടം ആമസോൺ പ്രൈമിലോട് ഇപ്പോൾ സ്ട്രീമിംഗ് ആയിട്ടുണ്ട്. പിന്നെ വണങ്ക എന്ന് പറഞ്ഞ ഓഡിയോ ലോഞ്ചിന് ശിവാർത്തേനും സൂര്യ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞായിരുന്നു. അപ്പോൾ സൂര്യയുടെ ലുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ സൂര്യ 45 വരുന്ന ലുക്കായിരിക്കും. ഒരു സാൾട്ടൻ പേപ്പർ ലുക്കിൽ ഗംഭീര ലുക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇന്ത്യൻ 3 എന്ന് പറഞ്ഞിട്ടുള്ള പടം അത് നെറ്റ്ഫ്ലിക്സിലൂടെ ജനുവരി 12 എന്നുള്ളത് കേട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് അത് തിയേറ്ററിൽ തന്നെ ആയിരിക്കും പുറത്തിറങ്ങാന്നുള്ളതാണ്. പിന്നെ ഗെയിം ചേഞ്ചർ എന്ന് പറഞ്ഞ പടത്തിലത്തെ ദോപ്പ് എന്ന് പറഞ്ഞ പാട്ടിന്റെ പ്രൊമോ പുറത്തിറങ്ങിയിരുന്നു. അപ്പോൾ അതിന്റെ ഫുൾ ലിറിക്കൽ വീഡിയോ നാളെ ഡിസംബർ 22 രാവിലെ 8:00 വരിക എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ആ പടത്തിലത്തെ കുറച്ച് സ്റ്റിൽസോ കിട്ടിയിട്ടുണ്ട്. പിന്നെ ശങ്കർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, വേറെ ഒന്നുമില്ല, ഇതാണ് ഇന്ത്യൻ 2 എന്തുകൊണ്ടാണ് വർക്ക് ആവാതിരുന്നത് ആൾക്കറിയില്ല. പക്ഷേ ഇന്ത്യൻ 3യും ഗെയിം ചേഞ്ചറും അങ്ങനെ ആയിരിക്കില്ല, സെറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അത്ര രീതിയിലാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഈ കാണിച്ച 5 സ്റ്റില്ലിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ സ്റ്റില്ലാണ്. ഈ S J സൂര്യയും രാംചരനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന രീതിയിൽ ഒരു ഗംഭീര സ്റ്റില്ലായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ മഹാരാജ എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ ചൈനയിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ഫിലിമായി മാറിയിട്ടുള്ളത്. എന്നുവെച്ചാൽ ബാഹുബലി 2 എന്ന് പറഞ്ഞ അതിന്റെ കളക്ഷൻ വിട്ടിച്ചിട്ടാണ് മഹാരാജ മുന്നേ കയറിയിട്ടുള്ളത്. എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. പിന്നെ വെങ്കട് പ്രഭു അജിത് കുമാറിനെ വെച്ചിട്ട് ഒരു പടം ചെയ്യാൻ പോകുക എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്നുവെച്ചാൽ അത് അജിത് കുമാറിന്റെ 64ാമത്തെ പടമായിരിക്കും. എന്നുവെച്ചാൽ ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറഞ്ഞ പടത്തിന് ശേഷം അടുത്ത പടമായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും നോക്കി നോക്കാം, ചിലപ്പോൾ വന്നേക്കാം, ചിലപ്പോൾ വരാതിരിക്കാം. പിന്നെ തളപതി 69 എന്ന് പറഞ്ഞ പടത്തിന്റെ ഒരു അപ്ഡേറ്റ് ഇട്ടിട്ടുണ്ട്. വേറെ നല്ല പൂജാഗ്ഡെ തന്നെ തന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. 2 സ്റ്റോറി ഇട്ടിട്ടുണ്ട് പൂജാഗ്ഡെ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളതാണ് എന്ന് വെച്ചാൽ ഇന്ന് ഈ ഡിസംബർ 24 തളപതി 69 ലാസ്റ്റ് ഷൂട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ 2024 ലാസ്റ്റ് ഷൂട്ട് ഇന്നാന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ അടുത്ത ഷെഡ്യൂൾ റാപ്പായി എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. എന്തായാലും ഞാൻ അടുത്ത വർഷമായിരിക്കും അതിന്റെ അടുത്ത ഷെഡ്യൂൾ സ്റ്റാർട്ട് ആവുക. പിന്നെ ലൂസിഫർ എന്ന് പറഞ്ഞ പടം ഒരു ടെസ്റ്റ് എന്നുള്ള മാതിരിയാണ് ടോവിനോ തോമസ് പറഞ്ഞിട്ടുള്ളത്. എമ്പുരാനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട് അവിടെ. അപ്പോൾ എമ്പുരാൻ വലിയൊരു സംഭവം എന്നുള്ളതാണ് ആൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ പുഷ്പ 2 ദ റൂൾ എന്ന് പറഞ്ഞ പടം 4 മില്യണിലും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് മാത്രം. പിന്നെ ഹിന്ദിയിൽ നിന്ന്
14 ദിവസം കൊണ്ട് 618.50 കോടിയാണ് നേടിയിട്ടുള്ളത്. 15ാമത്തെ ദിവസത്തോട് കൂടിയിട്ട് 632.5 കോടി ആയിട്ടുണ്ട് എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്ന് വെച്ചാൽ ഹിന്ദിയിൽ നിന്ന് മാത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ പടം ഇപ്പോൾ പുഷ്പ 2 ദ റൂൾ ആയിട്ടുണ്ട്. ഇതിന് മുന്നേ എടുക്കേണ്ടായിരുന്നു ഇപ്രാവശ്യം തന്നെ ഇറങ്ങിയ സ്ത്രീ 2 എന്ന് പറഞ്ഞിട്ടുള്ളതാണ് 627 കോടിയായിട്ട്. അതിൻ്റെ കളക്ഷനാണ് വെട്ടിച്ചിട്ടുള്ളത്. അതും ഒരു തെലുങ്ക് പടമാണ് അവിടെ പോയിട്ട് ആ കളക്ഷൻ തകർത്തിട്ടുള്ളത്. പിന്നെ ഈ പടം ഇപ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് 1508 കോടിയിലും കൂടുതൽ നേടിയിട്ടുണ്ട് എന്നുള്ള ഒഫീഷ്യലി കൺഫേം ചെയ്തുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ പടം ഇപ്പോൾ എച്ച് ഡി ലീക്ക് ആയിട്ടുണ്ട്. ഒഫീഷ്യലായിട്ട് OTT റിലീസ് ഒന്നും ആയിട്ടില്ല. 56 ദിവസത്തിന് ശേഷം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഒരു റൂമർ കേട്ടിരുന്നു 9-ാം തീയതി ഇതിൻ്റെ OTT റിലീസ് ഉണ്ടാവും എന്നുള്ളത്, ജനുവരി 9-ാം തീയതി. പക്ഷേ 56 ദിവസത്തിന് ശേഷം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അവർ പ്രൊഡ്യൂസേഴ്സ് കൺഫേം ചെയ്തിട്ടുള്ളത്. പിന്നെ മാർക്കോ എന്ന് പറഞ്ഞ പടത്തിലത്തെ ഒരു പ്രൊമോ സോങ് 2 പുറത്തിറങ്ങിയിരുന്നു, ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ രണ്ടാമത്തെ ഇപ്പോൾ ഇന്ന് ദ ഫാമിലി മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ സോങ് പുറത്തിറക്കിയിട്ടുണ്ട്. അത് നല്ല രസമായിട്ട് തോന്നി. പിന്നെ യുകെയിലത്തെ തിയേറ്റർ ലിസ്റ്റ് ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇന്നലെ പടം പുറത്തിറങ്ങിയായിരുന്നു എന്തായാലും. അപ്പോൾ കേരളത്തിലത്തെ തിയേറ്റർ ലിസ്റ്റ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും ഇൻ സിനിമാസ് ഫ്രം ടുമാറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റർ വന്നിരുന്നു. ഞാൻ ഷോർട്സ് വീഡിയോയിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലും കാണിക്കാൻ ഒരു ഗംഭീര പോസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. പിന്നെ പടത്തിൻ്റെ പ്രീ സെയിൽസിലൂടെ കളക്ഷൻ 2,20,00,000 എന്നുള്ള ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം വലിയ കളക്ഷൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഉണ്ണിമുന്തൻ്റെ പടം വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലിയ ഓപ്പണിംഗും ആണ് ഇതിന്. എന്നുവെച്ചാൽ ഇതിൻ്റെ കേരളത്തിലത്തെ ഫസ്റ്റ് ഡേ കളക്ഷൻ 4.45 കോടിയാണെന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇന്നലത്തെ ബുക്കിങ്ങിൻ്റെ ദൂരത്ത് നോക്കിയപ്പോൾ ഫുള്ള് റെഡിലായിരുന്നു കിടക്കേണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഏകദേശം അതേപോലെ തന്നെയാണ്. ഇനിയിപ്പോൾ നാളെ ഞായറാഴ്ചയാണ്, നല്ല ഹൈ ഉണ്ടാവും. പക്ഷേ കേരളത്തിൽ കുറച്ച് തിയേറ്റർ കിട്ടിയിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ ഒരു 200-ലും കുറവ് തിയേറ്റർ മാത്രമേ കിട്ടിയിട്ടുള്ള പടത്തിന്. കുറച്ചുകൂടി കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി വലിയ ഓപ്പണിംഗ് തന്നെ കിട്ടിയിരുന്നു. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഫ്രം ടുഡേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് വന്നിരുന്നാലേ അത് നല്ല പോസ്റ്റായിട്ട് തോന്നി. പക്ഷേ ബാക്കിയുള്ള പോസ്റ്റേഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയൊരു ഇതായിട്ട് തോന്നിയില്ല. എന്തായാലും പടത്തിന് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ഇനി സബ്സ്ക്രൈബ് ചെയ്ത് ഉള്ളിലേക്ക് ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.